വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ 3 പേരും ഇവിടെ സുഖമായിരിക്കുന്നു. നമ്മളിവിടെ US-ലെത്തിയ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. നമ്മളിപ്പോഴും ഹോട്ടലിൽ തന്നെയാണ്. ഈ ആഴ്ച കഴിഞ്ഞാണ് നമ്മൾ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നത്. പക്ഷേ അപ്പാർട്ട്മെൻറ്റ് ഇനിയും കിട്ടിയിട്ടില്ല കേട്ടോ. അതൊരു ചോദ്യചിഹ്നമാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പറഞ്ഞു, അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ നല്ല ചുവപ്പ് നിറം. ഓരോ ഭാഗ്യങ്ങൾ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നോർത്തേൺ ലൈറ്റ്സും കണ്ടു. നമ്മൾ ഹോട്ടലിൽ തന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ടി കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ടാവോ? ഇല്ല. ഓരോരുത്തർ ഇത് കാണാൻ വേണ്ടിയിട്ട് എങ്ങോട്ടൊക്കെ പോവാറെന്നറിയോ? പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങളത് കണ്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. നടന്നു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ റെസ്റ്റോറൻറ്റ് എത്തണ വരെ നമുക്ക് ഇത് കണ്ട് എത്താറായി. പക്ഷെ ഞങ്ങൾ വരുന്ന വഴിയിലൊന്നും ഒരു മനുഷ്യ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ കാനഡയെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഏറ്റവും ഒരു ഡിഫറൻസ് തോന്നിയത്, കാനഡയിൽ എപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലും ആളുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ടാവും. ഇവിടെ അധികം ആളുകളും കാറാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നടക്കുന്നവർ വളരെ ചുരുളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ടൗൺ ആവാഞ്ഞിട്ടാണോ എന്നും അറിയില്ല, ചിലപ്പോൾ അതായിരിക്കാം. മിഴിക്ക് വട വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വട ഓർഡർ ചെയ്തിരുന്നു. പിന്നെ ഓർഡർ ചെയ്തത് അപ്പോളോ ഫിഷും ബിരിയാണിയും ഒക്കെയാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. മാംഗോ ലസ്സി, ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും പ്രചാരണം കൂടി ശ്രമിച്ചിട്ടും അത് കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങളത് പാക്ക് ചെയ്ത് റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഞങ്ങൾ ഹോട്ടലിലത്തെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് വരാൻ പോലും ഒന്നും ടൈം കിട്ടിയില്ല. പിന്നെ തണുപ്പും തുടങ്ങിയതുകൊണ്ട് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മീഴ്ക്കുട്ടിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് വന്ന് നോക്കിയതാണ്. നമ്മളിപ്പോൾ ഇത് കാണാൻ വേണ്ടി ഇറങ്ങിയതല്ല. നമുക്ക് വേറൊരു അപ്പാർട്ട്മെൻറ്റ് ശരിയായിട്ടുണ്ട്, അതെങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വരാൻ സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ജിമ്മും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം. Nice. Wow. കഴിഞ്ഞ വീഡിയോയിൽ അപ്പാർട്ട്മെൻറ്റ് തിരയാൻ പോയതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് അവൈലബിൾ ആണ്. അതാണ് അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ വീട് നോക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് പ്രതീക്ഷ. ആ, ഉണിക്ക് ഇഷ്ടമായോ? ഈ വീടോളം ഇഷ്ടമായോ? നമ്മൾ വീട് നോക്കാൻ ഇറങ്ങിയതാടാ. പഴയ ബിൽഡിംഗ് ആണ്. അപ്പാർട്ട്മെൻ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ വീണ്ടും ഹോട്ടലിലെത്തി. ഹോട്ടലിലെ വാഷിംഗ് മെഷീൻ ഏരിയയാണ് കേട്ടോ. അപ്പം നമുക്ക് ഡ്രസ്സുകൾ കഴുകാണ്ടായിരുന്നു, അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നറിയണ്ടേ. നമ്മൾ താഴത്തുനിന്ന് കോയിനൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. മിഴി സ്വിം ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ.
രണ്ടുപേരും തകർത്ത് സ്വിമ്മിംഗ് പൂളിൽ കളിയാണ്. വിക്രമാദിത്യനും വേതാളും ഇത് ആ ആഴ്ചയിലെ ലാസ്റ്റത്തെ ദിവസമാണ്. പ്രജയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടി റോഡ് ഐലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ പോയ ടൈം ബെസ്റ്റ് ടൈമായിരുന്നു. ഫാൾ സീസൺ ആയതുകൊണ്ട് തന്നെ 2 സൈഡും മഞ്ഞയും ചുവപ്പിലും നിറഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ വീഡിയോയിലൂടെ എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ഇരുട്ടി തുടങ്ങി. ഇവിടെ ഇപ്പോൾ നേരത്തെ തന്നെ ഇരുട്ടാവാൻ തുടങ്ങുമല്ലോ. പക്ഷേ ആ ടൈമിലും ആ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു ബംഗ്ലാവ് കണ്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് വെറുതെ ഒന്ന് വന്ന് നോക്കിയതാണ്. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കുന്നു, പക്ഷെ അല്ല. മേഴ്ക്കുട്ടിക്ക് എപ്പോഴേക്കും നല്ല തണുപ്പാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അവള്. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. വിഘ്നേഷ് ഇവിടെ നിന്ന് കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കഴിക്കൽ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇത് ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഇതിൻ്റെ അകത്ത് കയറി കണ്ടപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോയതുകൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കാം. ടോപ്പ് ഗോൾഫിക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 1.5 മണിക്കൂറോളം നമുക്ക് യാത്ര ഉണ്ട്. ഇത് കണ്ട മക്കളെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ബാളൊക്കെ പറക്കുമായിരുന്നു. കാരണം ഓരോ സ്ഥലത്തുനിന്നും ആൾക്കാരിങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. അതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അടിപൊളിയായിരുന്നു.
അവിടെ നിന്ന് ഞാൻ കുറേ സംസാരിച്ചിരുന്നു, പക്ഷെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല പാട്ടിൻ്റെ സൗണ്ട് കൊണ്ട്. ആ താഴെ കിടക്കുന്ന വൈറ്റ് കളർ കണ്ടില്ലേ, അത് മുഴുവൻ ബോളുകളാണ് കേട്ടോ. ഇവിടെ നിന്ന് താഴെ നിന്നും മേലിൽ നിന്നും എല്ലാവരും ആൾക്കാരെ അടിച്ചു വിടുന്നതാണ് ഓരോന്നും കാണുന്നത്. എൻ്റെ ഓർമ്മയിൽ 3 ഫ്ലോർ വരെ ഉണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും മേലത്തെ ഫ്ലോറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നു അവിടെ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ. ഈ താഴെ കിടക്കുന്ന ഒരു പൊട്ട് പോലെ കാണുന്നതെല്ലാം ബോളാണ്. വിഘ്നേഷ് ഇത് കളിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞാനും പ്രജേട്ടനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്. നമ്മുടെ ക്വിൻപൂളിലൊക്കെ ഗോൾഫ് കളിച്ചത് ഓർമ്മ ഉണ്ടോ? അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ, അല്ലാതെ നമ്മൾ നേരിട്ട് കളിച്ചിട്ടില്ല. ഞങ്ങൾ 3rd ഫ്ലോറിലായിരുന്നില്ലേ, ഇത് ഓപ്പണുമായിരുന്നു. നല്ല തണുപ്പായിരുന്നു അവിടെ നിന്നപ്പോൾ. അവസാനം പ്രജേട്ടൻ പോയി കാറിന്ന് ഹുഡിയൊക്കെ എടുത്ത് വന്നിട്ടാണ് നമ്മൾ അവിടെ നിൽക്കാൻ പറ്റിയത്. കാരണം നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തണുത്തിട്ട്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ ഹീറ്റിംഗ് ഇത് ഓൺ ചെയ്ത് തന്നു. അപ്പോൾ പിന്നെ അവിടെ ചൂടാവാൻ തുടങ്ങി. പിന്നീട് സുഖമായിരുന്നു. அதுல இப்ப கலரே மாறிடுச்சு. A+7 கண்டோ. ஆமா அது ஓகே. മിഴിക്കുട്ടിക്കും ഒരേ സങ്കടം. മിഴിക്കുട്ടിക്കും അടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ മിഴിയും അച്ഛനും കൂടി ചെയ്യാണ്. നമ്മുടെ ശിക്കാരി ശംഭുവിൻ്റെ കഥയില്ലേ, അതുപോലെ ഞാനും അവസാനം ജയിച്ചിരിക്കുകയാണ്. എനിക്കതെങ്ങനെ പിടിക്കേണ്ടതെന്നും കൂടി അറിയുന്നില്ല കേട്ടോ. ഞാൻ നമ്മുടെ ഈ ബാറ്റ് പിടിക്കില്ലേ, അതുപോലെ പിടിച്ചിരുന്ന്. പിന്നീട് ഇവർ രണ്ടുപേരാണ് എന്നെ അതൊക്കെ പഠിപ്പിച്ചത്. അടുത്തത് വീണ്ടും നമ്മുടെ മീക്കുട്ടിയുടെ അംഗമാണ്. നമുക്ക് ഗോൾഫിൻ്റെ ടൈം കഴിഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഫൂസ്ബോൾ കളിക്കുകയാണ്. എനിക്ക് ഈ പരിപാടി അറിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് മുതിർന്നില്ല. ഇവർക്ക് അങ്ങനെ വിട്ടുകൊടുത്തു. അന്ന് രാത്രി ഞങ്ങൾ പിന്നെ വിഘ്നേഷിൻ്റെ വീട്ടിലേക്കാണ് പോയത്. നമ്മുടെ വീട്ടിലേക്ക് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. വീട്ടിലേക്കല്ല, ഹോട്ടലിലേക്ക്. നമ്മൾ രാവിലെയാണ് തിരിച്ച് ഹോട്ടലിലേക്ക് പോയത്. നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ അത്. അവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും ഒരു അപ്പാർട്ട്മെൻറ്റും കൂടി തിരയാൻ വേണ്ടി പോയി. ഈ ഒരു അപ്പാർട്ട്മെൻറ്റും കൂടി കണ്ടിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് ഏതിൽ പോകണമെന്ന് തീരുമാനിക്കാൻ.
അവസാനം ഞങ്ങൾ ഏത് അപ്പാർട്ട്മെൻറ്റാണ് സെലക്ട് ചെയ്തതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അടുത്ത വീഡിയോ നമ്മൾ ഹോട്ടലിൽ നിന്ന് പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.